PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്, രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCERT, NCERT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങൾ. അപ്പോൾ നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുൻപ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളും അവിടെ വരുന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കോഡിലൂടെയും ചില കണക്ഷൻസിലൂടെയാണ് പഠിക്കുന്നത് അല്ലേ. കുറേ ദേശീയോദ്യാനങ്ങളുണ്ട്, അതെല്ലാം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുന്ന പാടല്ലേ. അപ്പോൾ നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയ കീവേഡ് എടുത്തിട്ടാണ് നമ്മൾ കോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ കോഡുകളൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കാം. ആസാമിൽ വരുന്നത് കാസരിംഗ ദേശീയോദ്യാനം, മനാസ് ദേശീയോദ്യാനം, നമേരി ദേശീയോദ്യാനം, ദിബ്രു സൈക്കോവ ദേശീയോദ്യാനം, രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം. ഓക്കെ, അപ്പോൾ ഇത്രയും ദേശീയോദ്യാനങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കാസരിംഗ, മനാസ്, നമേരി, ദിബ്രു സൈക്കോവ, രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആസാമിലാണ് എന്ന് നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ എടുക്കാം. ആസാം എന്ന് പറയുമ്പോൾ നമുക്ക് ആശയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസാം കണക്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആശ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ ആശയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. എന്തിനൊക്കെയാണ് നമുക്ക് ആശ ഉണ്ടാവുക? ക്യാഷ് അല്ലേ. ക്യാഷ്, നമുക്ക് പൈസ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആശയായിരിക്കും. അപ്പോൾ കാസരിംഗ, ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ആശ കിട്ടിയോ? അടുത്തത്, നമ്മുടെ മനസ്സിലല്ലേ ഈ ആശകളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. നമ്മുടെ എന്ത് ആശകളും ഉണ്ടാവുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ മനാസ് ദേശീയോദ്യാനം അവിടെ നിന്ന് കിട്ടും അല്ലേ. ആശകളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സിലാണ്. എന്തിൻ്റെ ആശയാണ് ഉണ്ടാവുന്നത്? ക്യാഷ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ കാസരിംഗ കിട്ടി. ദെൻ നമേരി, അത് കിട്ടാനായിട്ട് ഞാൻ കോടൊക്കെ ആലോചിച്ചപ്പോൾ കിട്ടിയില്ല. പെട്ടെന്ന് നമുക്ക് നമേരി, മേരി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേമം എന്ന് പറയുന്ന ഫിലിമിലെ മേരിയെ ഓർമ്മ വരും അല്ലേ. നല്ല മുടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ ചെക്കന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ മേരിയുടെ മേലെ എന്താണ്? അവർക്കൊരു ആശയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു കണക്ഷൻ വെച്ചിട്ട് ഒന്ന് ഓർക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അടുത്തത് ദിബ്രു സൈക്കോവ. അപ്പോൾ നമ്മൾ അത് സൈക്കോവ ഓർക്കാനായിട്ട് സൈക്കോ അല്ലേ. അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആശ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് മാറും? നമ്മളൊരു സൈക്കോ ആയിട്ട് മാറും അല്ലേ. നമ്മുടെ ആശകളൊന്നും നടക്കില്ല. ആശകൾ ഇങ്ങനെ മനസ്സിൽ കുന്നുകൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കോ ആകും എന്നുള്ള രീതിയിൽ ദിബ്രു സൈക്കോവ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു കീവേഡ് എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ഷൻസ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ സൈക്കോ ആകും എന്നുള്ള രീതിയിൽ. ദെൻ അടുത്തത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം. ഇത് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഇപ്പോൾ നമ്മളെല്ലാവരും PSC എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശയാണ് എന്ത്? ഒരു ദിവസം മുഴുവനായിട്ട് നല്ല സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാനായിട്ട് നമുക്ക് ആശയുണ്ട് അല്ലേ. ഉറങ്ങാനായിട്ട് നമുക്ക് ആശയുണ്ട്. അപ്പോൾ ഒറാങ് ദേശീയോദ്യാനം കിട്ടുമല്ലോ.
അപ്പോൾ ആസാം എന്ന് വെച്ചിട്ട് നമ്മൾ ആശയാണ് കീവേഡായിട്ട് എടുത്തത്. ക്യാഷ് ഉണ്ടാക്കാൻ ആശയാണ്, കാസരിങ്ക. മനസ്സിലാണ് നമ്മുടെ ആശകൾ ഉണ്ടാവുക, മനാസ് ദേശീയോദ്യാനം. നമേരി അല്ലെ, മേരിയുടെ പുറകെ നടക്കുന്നത് ആശ കൊണ്ടാണ് എന്നുള്ളത്. ദെൻ ദിബ്രു സൈക്കോവ, ആശകളൊക്കെ മനസ്സിൽ വെച്ച് കൂട്ടിക്കിടന്നാൽ നമ്മൾ സൈക്കോ ആവും എന്നുള്ള രീതിയിൽ. ദെൻ രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, നമ്മൾക്ക് ഉറങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് ആശയാണ് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ആശ വെച്ചിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇതെല്ലാം ആസാമിലാണ് എന്നുള്ളൊരു കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, ഗോവ. ഗോവയിൽ വരുന്നതാണ് മൊല്ലം ദേശീയോദ്യാനം. എന്താണ് മൊല്ലം ദേശീയോദ്യാനം? ഇത് എളുപ്പമാണ് ഓർക്കാനായിട്ട്. അതായത് ഗോ എന്നുണ്ട് അല്ലേ, ഗോവയിൽ ഗോ സ്ലോലി. ഗോ സ്ലോലി എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ പോകും, നമുക്ക് എപ്പോഴും പറയുന്നതാണ് അല്ലേ, ഗോ സ്ലോലി. അപ്പോൾ ഗോ സ്ലോലി എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയുക? മെല്ലെ അല്ലേ, മെല്ലെ. മൊല്ലവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ, ഗോ മെല്ലെ അല്ലേ, ഗോ. എങ്ങനെയാണ് ഗോ പോവേണ്ടത്? മെല്ലെയാണ്. അപ്പം മൊല്ലം. ഓക്കെ, മൊല്ലം ദേശീയോദ്യാനം ഗോവയിലാണ്. കണക്ഷൻ കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, കർണാടകയിൽ വരുന്നതാണ് അൻഷി, കുദ്രേമുഖ്, നഗർഹോളെ, ബന്ദിപ്പൂർ, ബന്നാർഘട്ട. ഇത്രയും ദേശീയോദ്യാനം വരുന്നത് കർണാടകയിലാണ് കേട്ടോ. അപ്പോൾ അൻഷി, കുദ്രേമുഖ്, നഗർഹോളെ, ബന്ദിപ്പൂർ, ബന്നാർഘട്ട. ഇത് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാനായിട്ട് കിട്ടിയില്ല. അപ്പോൾ 2 കീവേഡ് എടുക്കണം. ഒന്ന് കാറ്, കർണാടക എന്ന് പറയുമ്പോൾ ഒന്ന് കാർ എടുക്കാം അവിടെ നിന്ന്. ഒന്ന് കർണാടക എന്ന് പറയുമ്പോൾ കന്നഡ എടുക്കാം അല്ലേ. കാറും കന്നഡയും വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കന്നഡയായിട്ട് എടുക്കാം കേട്ടോ. കർണാടക കന്നഡയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കന്നഡ എന്ന് പറയുമ്പോൾ അൻഷി അല്ലെ, അൻഷി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുൻഷി ഓർമ്മ വരുമല്ലോ. മുൻഷി എന്ന് പറയുമ്പോൾ എന്താണ്? കന്നഡയൊക്കെ വെച്ചിട്ട് അല്ലെ, ഇത്തിരി പ്രായമായിട്ടുള്ള ആളാണ് മുൻഷിയായിട്ട് വരിക. അപ്പോൾ മുൻഷി എന്ന് പറയുന്ന പരിപാടി കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ കന്നഡയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് മുൻഷി എന്നുള്ള രീതിയിൽ കർണാടക അൻഷിയായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അൻഷി ദേശീയോദ്യാനം. ദെൻ കുദ്രേമുഖ് അല്ലെ, നമ്മുടെ മുഖത്തല്ലേ നമ്മൾ കണ്ണട വെക്കുന്നത് അല്ലെ, മുഖത്താണ് നമ്മുടെ കണ്ണ്. അപ്പോൾ മുഖത്താണ് നമ്മൾ കണ്ണട വെക്കുന്നത് എന്നുള്ള രീതിയിൽ കർണാടക കുദ്രേമുഖ് ദേശീയോദ്യാനം കിട്ടുമോ? മുഖത്താണ് നമ്മൾ കണ്ണട വെക്കുന്നത് എന്നുള്ള രീതിയിൽ. ദെൻ അടുത്തത് നഗർഹോളെ കേട്ടോ. നഗർഹോളെ കിട്ടാനായിട്ട് പ്രത്യേകിച്ച് കോഡ് കിട്ടിയില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കർണാടക, കർണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെവിയാണല്ലോ. അപ്പോൾ ചെവിക്കകത്തൊരു ഹോൾ ഉണ്ട് അല്ലേ, നമുക്ക് ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കർണത്തിൽ നമുക്ക് ഹോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ കർണാടകയും നഗർഹോളയായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്ത് നോക്കുക. അടുത്തത് ബന്ദിപ്പൂർ, ബന്നാർഘട്ട. അപ്പോൾ കർണാടക ഞാൻ പറഞ്ഞു കാറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പോൾ കാറുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുമ്പോഴാണ് നമുക്ക് ബന്ദിപ്പൂർ ബന്നാർഘട്ട. ഓക്കെ, ബന്ദിപ്പൂറും ബന്നാർഘട്ടയായിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാറ് നമ്മൾ ഈ ബന്ദിനൊക്കെ നമ്മൾ കാർ എടുത്തിട്ട് പുറത്തു പോയി എന്ന് വിചാരിക്കുക. ബന്ദ് അല്ലെ, ബന്ദിപ്പൂർ ബന്ദിനൊക്കെ നമ്മൾ കാർ എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അത് കട്ട വെച്ച് എറിയും അല്ലെ, കാറൊക്കെ എറിഞ്ഞുടയ്ക്കും. ബന്ദിന് നമ്മൾ പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാറെടുത്ത് പുറത്ത് പോയി എന്ത് പറ്റും? ബന്ദിന് കാറെടുത്ത് പുറത്ത് പോയാൽ നമ്മളെ കട്ട വെച്ച് എറിയും അല്ലേ. അപ്പോൾ ബന്ദിപ്പൂർ ബന്നാർഘട്ട കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കർണാടക എന്ന് പറയുമ്പോൾ നമ്മൾ കന്നഡയായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ മുൻഷി കന്നഡ വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ അൻഷി ദേശീയോദ്യാനം മുഖത്താണല്ലേ കന്നഡ വെക്കുന്നത്. അപ്പോൾ കുദ്രേമുഖ് ദേശീയോദ്യാനം. ദെൻ നഗർഹോളെ, കർണം അല്ലേ, കർണം എന്ന് പറയുമ്പോൾ ചെവിയാണ്, ഹോള് ഓർത്തിരിക്കുക. അപ്പോൾ നഗർഹോളെ. ദെൻ വന്ന് കാറാണ് നമ്മൾ പറഞ്ഞല്ലേ, കാറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബന്ദിനൊക്കെ നമ്മൾ കാറെടുത്ത് പുറത്ത് പോയാൽ കട്ട വെച്ചെറിയുന്നുള്ള രീതിയിൽ ബന്ദിപ്പൂർ ബന്നാർഘട്ട കിട്ടുമല്ലോ. അടുത്ത ഒന്ന് നോക്കാം, മഹാരാഷ്ട്രയിൽ വരുന്നത് സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം, ചന്ദോളി ദേശീയോദ്യാനം. ഓക്കെ, എന്തൊക്കെയാണ്? സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദോളി ദേശീയോദ്യാനം. അപ്പോൾ ഇത്രയും മഹാരാഷ്ട്രയിലാണെന്ന് പഠിക്കണം അല്ലേ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്ര എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മഹാരാജാവിനെ ഓർക്കാം അല്ലേ, മഹാരാജാവ്. അപ്പോൾ മഹാരാജാവ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ജയിക്കുന്ന ആളായിരിക്കും അല്ലേ, യുദ്ധങ്ങളിലൊക്കെ ജയിക്കുന്ന ആളാണ് രാജാവ് എന്നുള്ള രീതിയിൽ. സഞ്ജയ് ഗാന്ധി എന്നുള്ള രീതിയിൽ ഓക്കെ, ജയിക്കുന്ന ആളാണ് രാജാവ് എന്നുള്ള രീതിയിൽ സഞ്ജയ് ഗാന്ധി ഒന്ന് നമുക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ തഡോബ കിട്ടാനായിട്ട് പ്രത്യേകിച്ച് കോഡ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും മഹാരാജാക്കന്മാരാണ് ആളുകളെയൊക്കെ എന്ത് ചെയ്യുക? തടവിൽ വെക്കും അല്ലേ, തടവിൽ വെക്കും. അപ്പോൾ തഡോബ ആ രീതിയിൽ ഓർത്തിരിക്കുക. രാജാക്കന്മാർ എന്ത് ചെയ്യും? തടവിൽ വെക്കും അല്ലേ, എന്തെങ്കിലും ശിക്ഷയൊക്കെ വിധിച്ചിട്ട് തടവിൽ വെക്കും എന്നുള്ള രീതിയിൽ തഡോബ ദേശീയോദ്യാനം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക. അടുത്തത് ചന്ദോളി ദേശീയോദ്യാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് ഓർക്കാനായിട്ട് നമ്മളിവിടെ മഹാരാജാവാണല്ലോ കണക്ഷൻ കൊടുത്തത്. അപ്പോൾ മഹാരാജാക്കന്മാരെയൊക്കെ കാണാനായിട്ട് ഇത്തിരി നല്ല ചന്തമൊക്കെയാണ് അല്ലെ, കിരീടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ചന്തമാണ് എന്നുള്ള രീതിയിൽ ചന്ദോളി ദേശീയോദ്യാനം എന്ന് ഓർക്കാമല്ലോ.
ഓക്കെ, അപ്പം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ മഹാരാജാവിനെ ഓർക്കുക, മഹാരാജാവ് എന്ന് പറയുമ്പോൾ ജയിക്കുന്ന ആളാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ തടവിലിടുന്നതോ തടോബ ദേശീയോദ്യാനം. ദെൻ കാണാനായിട്ട് ഭയങ്കര ചന്തമാണ് എന്നുള്ള രീതിയിൽ ചന്ദോളി ദേശീയോദ്യാനം. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. മേഘാലയയിൽ വരുന്ന ദേശീയോദ്യാനങ്ങളാണ് ബാൽഭക്രം, നോക്രെഗ് ദേശീയോദ്യാനങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ്? ബാൽഭക്രം, നോക്രെഗ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ വന്യജീവി സങ്കേതങ്ങൾ പഠിച്ച പോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. മേഘാലയ എന്ന് പറയുമ്പോൾ മേഘമാണ് അല്ലേ, മേഘത്തോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, നോക്കുമ്പോൾ നോക്രെഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ തന്നെയാണ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേഘത്തോട്ട് നോക്കുമ്പോൾ നോക്രെഗ് അല്ലെ, നോക്രെഗ് ദേശീയോദ്യാനം. നോക്കുമ്പോൾ എന്ന് കിട്ടും. നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നല്ല പാലിന്റെ നിറമാണ് അല്ലെ, മേഘം എന്ന് പറയുമ്പോൾ നമ്മൾ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല പാലിന്റെ നിറമാണ് എന്ന് ഓർക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ബാൽഭക്രം കിട്ടും അല്ലേ. അപ്പോൾ മേഘാലയ, ബാൽഭക്രം, നോക്രെഗ് ദേശീയോദ്യാനം. അപ്പോൾ നോക്കുമ്പോൾ, മേഘത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? നല്ല പാലിൻ്റെ നിറമാണ് എന്നുള്ള രീതിയിൽ ബാൽഭക്രവും നോക്രെഗ് ദേശീയോദ്യാനം കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, മിസോറാം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സോറോ അല്ലെ, സോറോ ആയിട്ട് കണക്ട് ചെയ്യും. സോറോ സങ്കടം. നമുക്ക് സങ്കടം വരുന്നത് എപ്പോഴാണ്? നമുക്ക് മുർലീൻ നമ്മുടെ കൈക്ക് എങ്ങനെയും മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, കൈയൊക്കെ എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോറോ ആയിരിക്കും അല്ലേ, നമ്മൾ സോറോ വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുക. അപ്പം മിസോറാം സോറോ. എപ്പോഴാണ്? മുർലീൻ, നമ്മുടെ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സോറോ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത രാജസ്ഥാൻ രത്തംബോർ ദേശീയോദ്യാനം. ഓക്കെ, രാജസ്ഥാനിലുള്ളത് ഏതാണ്? രത്തംബോർ ദേശീയോദ്യാനം. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇത് എളുപ്പമാണ്. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെ ഓർക്കാം. രാജാക്കന്മാരുടെ കയ്യിൽ എന്തുണ്ടാവും? രത്നം ഉണ്ടാവും എന്ന് ഓർക്കാം അല്ലെ. രത്തംബോർ, രത്നം ഉണ്ടാവും. രാജാക്കന്മാരുടെ കയ്യിൽ രത്നം ഉണ്ടാവും. അപ്പോൾ രത്തംബോർ ദേശീയോദ്യാനം രാജസ്ഥാൻ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, തെലങ്കാന വരുന്നത് ഏതൊക്കെയാണ്? കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം, മഹാവീർ ഹരിണ വനസ്ഥലി, മൃഗവാണി. ഓക്കെ, വനസ്ഥലിയാണ് കേട്ടോ, വനസ്ഥലി. അപ്പോൾ കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, മഹാവീർ ഹരിണ വനസ്ഥലി, മൃഗവാണി ദേശീയോദ്യാനം. അപ്പോൾ ഇത്രയും തെലങ്കാനയിലാണ് എന്ന് കിട്ടാനായിട്ട് ഇവിടെ ആനയുണ്ട് അല്ലേ. തെലങ്കാനയിൽ നമ്മൾ എപ്പോഴും ആനയാണ് എടുക്കുന്നത്. അപ്പോൾ ആനയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ല ക്യാഷ് കൊടുക്കണം അല്ലേ. ആനേനെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഒരു പട്ടീനെയും പൂച്ചേനെയും വാങ്ങിക്കുന്ന പോലെയല്ല, ആനേനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കാശ് കൊടുക്കണം. അപ്പോൾ കാശ് കൊടുക്കണം എന്നുള്ളത്, ആനേനെ വാങ്ങിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അപ്പോൾ കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി കിട്ടിയോ. അടുത്തത് മഹാവീർ ഹരിണ വനസ്ഥലി. ഇപ്പം ആനയൊക്കെ കാണപ്പെടുന്ന കാട്ടിൽ അല്ലെ, കാട്ടാനകളെയൊക്കെ കാണപ്പെടും. അപ്പോൾ വനമായാലും അവിടെ ആന ഉണ്ടാവും എന്നുള്ള രീതിയിൽ വനസ്ഥലി ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അടുത്തത് മൃഗവാണി. ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൃഗമാണ്. അപ്പോൾ അതും ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തെലങ്കാന ആനയെ വെച്ചിട്ട്, ആന എന്ന് പറയുന്നത് ഒരു മൃഗമാണ്. അപ്പോൾ മൃഗവാണി ദേശീയോദ്യാനം കാണുന്ന എവിടെയാണ്? വനത്തിലാണ്. അപ്പോൾ വനസ്ഥലി എന്താണ്? മഹാവീർ ഹരിണ വനസ്ഥലി. ആനയെ വാങ്ങണമെങ്കിൽ എന്ത് കൊടുക്കണം? നല്ല ക്യാഷ് കൊടുക്കണം. കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി. ഓക്കെ ആണല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്നതാണ് സാഡിൽ പീക്ക്, കാംപെൽബെ, ഗലത്തേയ ദേശീയോദ്യാനം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ, സാഡിൽ പീക്ക്, കാംപെൽബെ, ഗലത്തേയ ദേശീയോദ്യാനം. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ആൻഡമാൻ നിക്കോബാർ ആണ് അല്ലേ, ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ബാറിൽ പോകുന്നത് എപ്പോഴൊക്കെയാണ്? ബാറിൽ പോകുന്നത് നമ്മൾ സാഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെ, സങ്കടം വരുമ്പോൾ ബാറിൽ പോകുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ ബാറിൽ പോകുന്നത് സങ്കടം വരുമ്പോൾ, സാഡ് ആയിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ സാഡിൽ പീക്ക് ഓർക്കാലോ, സാഡ് ആയിട്ടിരിക്കുമ്പോൾ ബാറിൽ പോകുന്ന ഓർക്കാം. ദെൻ ബാറിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? കാംപെൽബെ അല്ലേ, കാംപെൽബെ. ഒന്നിൽ ബില്ല് പേ ചെയ്യണം എന്നുള്ളത് ഓർക്കുക, ഇല്ലെങ്കിൽ കാമായിട്ടിരിക്കും. ചിലർ ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ ചിലർ ബഹളം വയ്ക്കും, ചിലർ കാമായിട്ടിരിക്കും അല്ലേ. അപ്പോൾ കാം എന്ന് പറയുമ്പോഴത്തേനും കാംപെൽബെ ഓർക്കാലോ. അപ്പോൾ സാഡ് ആയിട്ടിരിക്കുമ്പോൾ ബാറിൽ പോകുമ്പോഴത്തേനും എന്താണ്? നമ്മൾ കാമായിട്ടാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഗലത്തേയ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് തേക്കുക എന്നുള്ളത് എന്തെങ്കിലും ജസ്റ്റ് ഓർക്കാട്ടോ. ആരെങ്കിലും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിഷമം കൊണ്ട് നമ്മൾ ബാറിൽ പോകും എന്നുള്ള രീതിയിൽ ഒന്ന് ഗലത്തേയ അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്ന ഏതൊക്കെയാണ്? സാഡിൽ പീക്ക്, കാംപെൽബെ, ഗലത്തേയ. അപ്പോൾ സാഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ്? ബാറിൽ പോകും, കാം അല്ലെ. ബാറിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാം ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ദെൻ ഗലത്തേയ, അപ്പോൾ ആരെങ്കിലും തേച്ച്
കഴിഞ്ഞാൽ നമ്മൾ സങ്കടം കൊണ്ട് ബാറിൽ പോകും എന്നുള്ള രീതിയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത് ഇനിയും ഉണ്ട്, നമ്മൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും കോഡുകളും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.